സാറേ അഡ്മിഷൻ കിട്ടി. അങ്ങനെ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടി. ഒരുപാട് സന്തോഷിച്ച് ഞാൻ ആഗ്രഹിച്ചിരുന്ന് കാത്തിരുന്ന് എനിക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് സാറേ. അപ്പോൾ ഈ പ്ലസ് വണ്ണിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് എല്ലാം ഉഷാറായി ഒക്കെ ശരിയാണ് സാറേ. പക്ഷേ ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമൊക്കെ ആകാനായി. പക്ഷെ എന്താണെന്നറിയില്ല, ആ പഴയൊരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് ഒരു വൈബ് അതൊന്നും ഇവിടെ കിട്ടുന്നില്ല. എന്താ അറിയില്ല സാറേ, ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ട്. ഈ വൈബിക്കണ് വരാൻ പറ്റുന്നില്ല, ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് പോകാൻ പറ്റുന്നില്ല സാറേ. ഇതാണ് മെയിൻ പ്രശ്നം. ഇത് കേവലം ഞാൻ പറഞ്ഞ ഡയലോഗല്ല. എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ടൊരു കുട്ടിക്ക് മനസ്സിലാകുന്ന ഫീലിങ്ങുകളിൽ ഒരു വികാരമായിട്ട് അവരെന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, പലർക്കും പല കാരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്നതിൽ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയണം. മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളുണ്ട്. ഇനി അതിനെന്താ സൊല്യൂഷൻ എന്ന് കൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ആബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്നതിൽ 5 കാര്യങ്ങൾ. ഈ 5 കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് മാത്രം നോക്കണം. ഒന്നാമത്തെ കാര്യം, ഈ വൈബ് സെറ്റ് ആവാതൊക്കെയുള്ള മെയിൻ കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൂട്ടത്തിലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പോട്ടെ, ഒരു 80% ആൾക്കാർക്കും എന്തായിരിക്കും, അവർ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലായിരിക്കില്ല അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവുക. 80% ആൾക്കാർക്കും. അല്ലെങ്കിൽ പോട്ടെ, ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് എന്താണ്, പുതിയ സ്കൂളുകളിലായിരിക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചു വന്ന നമ്മുടെ സ്കൂളുമായിട്ട് നമുക്കൊരു ആത്മബന്ധം ഉണ്ടാവില്ലേ, അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് സ്കൂളിലെ ഓരോ കെട്ടിടങ്ങൾ കാണുമ്പോഴും ബെഞ്ചും ഡെസ്കൊക്കെ കാണുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഓർമ്മകളും കുറേ കാര്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ആ ഒരു ബന്ധം ആ മുൻപത്തെ സ്കൂളുണ്ട്. പക്ഷെ പുതിയൊരു സ്കൂളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബന്ധം മിസ്സാവുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. നമുക്ക് പുതിയൊരു സ്കൂളാണ്, പുതിയ സ്കൂള്, പുതിയ കാര്യങ്ങളാണ് എല്ലാം സംഭവിക്കുന്നത്, അല്ലേ? ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഒരു റീസൺ ആണോ അല്ലെങ്കിൽ ഒരു സീനാണോ ഡൗട്ട് ഉണ്ടാവും. അതായത് ഇംഗ്ലീഷ് സീനാവാനുള്ള മെയിൻ കാരണം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, അതായത് ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് കുട്ടിയെടുത്ത് നോക്കിയാലും മിക്കവാറും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റിൽ പറയുന്ന ഒരു പേര് ഇംഗ്ലീഷാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ +1 ഇംഗ്ലീഷ് പുസ്തകം 10 വർഷത്തിന് ശേഷം പുതുതായിട്ട് ടെക്സ്റ്റ് ബുക്കായിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു. അത് ഈ വർഷമാണ് വന്നത്. അത് നിങ്ങളാണ് പഠിക്കേണ്ടത്. മുൻപ് റെഫർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഒന്നുമില്ല. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പുതിയ രീതിയിലാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു കാര്യം. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നുമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇതുവരെ മലയാളം മീഡിയത്തിലോ അല്ലെങ്കിൽ ബാക്കി രീതിയിലൊക്കെ പഠിച്ചു വന്ന ഞങ്ങൾക്ക് എല്ലാം ഇംഗ്ലീഷ് മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റും, ലാംഗ്വേജ് ഒക്കെ ബാക്കി എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഇംഗ്ലീഷിൽ ഇതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് സാറേ. അപ്പോൾ ഇംഗ്ലീഷ് ഭയങ്കര വില്ലനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് വരുന്നത്. ഈ രണ്ടാമത്തെ റീസൺ മിക്കവാറും പേരിൽ ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഇംഗ്ലീഷിലാണല്ലോ എന്നുള്ളത്. ഇംഗ്ലീഷ് പുതിയ സബ്ജക്റ്റ്, പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നു, അതും ഒരു പേടിൻ്റെ. കാരണം 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടി എനിക്ക് നന്നായിട്ട് അറിയാം എന്ന ഫീലിംഗ് മേ ബി നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫ്രണ്ട്സാണ്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇവിടെ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ, അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ, അവൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതിൽ, സങ്കടം ഒന്നല്ല സന്തോഷം, ഈ പറഞ്ഞ സങ്കടം മാറ്റി സന്തോഷം കൊണ്ടുവരാനും വലിയ വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ തോന്നാനൊക്കെ കാരണം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് കാരണം. പക്ഷെ നമ്മളിപ്പോൾ ചെന്നിരിക്കുന്ന സ്കൂളിൽ എന്തില്ല, നമുക്ക് ഈ പറയുന്ന സുഹൃത്തുക്കളില്ല. നമ്മൾ മാത്രം വേറെ സ്കൂളിൽ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ വേറെ സ്കൂളിൽ. ഈ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. 10ാം ക്ലാസ്സിൽ 4 പേരുള്ള ഫ്രണ്ട്സ്, അവരെന്തെയ്യുന്നു, ഒന്നിച്ചൊരു സ്കൂൾ പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ലപോലെ മാർക്ക് എടുത്തു. പക്ഷെ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് 2 പേര് വേറെ സ്കൂളിലും ബാക്കി 2 പേര് വേറെ 2 സ്കൂളുകളായിട്ട് മാറുന്നു. ഏകദേശം സ്പ്ലിറ്റ് ആയി പോയ അവസ്ഥ. അപ്പോൾ പുതിയ ഫ്രണ്ട്സായിട്ട് സെറ്റ് ആയിട്ടില്ല, മിങ്കിളായിട്ടില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. അതാണ് മെയിൻ ആയിട്ടൊരു പ്രശ്നം സാറേ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാരണമാണ് മൂന്നാമതായിട്ട് പറഞ്ഞ റീസൺ. അഥവാ നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് മാറും. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഓക്കെ അല്ല, നമുക്ക് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. മേ ബി മരുഭൂമിയിൽ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടായിരിക്കും, മരുഭൂമിയിൽ ഒറ്റക്കായി പോയ അവസ്ഥയിലായിരിക്കും മിക്കവാറും പേരുണ്ടാവുക. ഇതാണ് വൈബ് സെറ്റാകാത്ത മൂന്നാമത്തെ കാരണം. ഇനി നാലാമത്തെ റീസൺ ഇതാണ്, മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ്. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് കൃത്യമായിട്ട് റൂട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ പഠിക്കേണ്ടത്, ഏതൊക്കെ ബുക്ക് നമ്മൾ റെഫർ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, എങ്ങനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എക്സാമിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തുമ്പം സയൻസ് സ്ട്രീം ഒഴികെ ബാക്കി 2 സ്ട്രീം, കോമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സബ്ജക്റ്റ് മുഴുവൻ പുതിയ കാര്യങ്ങളാണ്. അതിൽ ഹിസ്റ്ററി ഈ പറഞ്ഞിരിക്കുന്ന, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജിയോഗ്രഫി എന്നിവയൊക്കെ മുൻപ് നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പുതിയതായിട്ടുള്ള ഒരു രീതിയാണ്. അവിടെ പഠിക്കേണ്ട രീതികൾ പലതും പലതാണ്. പറയും മറ്റുള്ളതിനൊക്കെ വെച്ച് നോക്കും 10ാം ക്ലാസ് വരെ നോക്കുമ്പോൾ ഒക്കെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഇതാണ് പഠിച്ചിട്ട് തീരുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് കാരണം. അഥവാ നമ്മുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി 10ാം ക്ലാസ് വരെ ഉള്ളതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയും ഇപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇതാണ് വൈബ് സെറ്റാത്ത നാലാമത്തെ കാരണം. ആൻഡ് അഞ്ചാമത്തെ
ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യമല്ല സത്യം പറഞ്ഞാൽ. അതാണ് ഈ വൈബ് സെറ്റ് ആവാത്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. ഈ അഞ്ചാമതായിട്ട് പറഞ്ഞാൽ ലക്ഷ്യബോധമല്ല സത്യം പറഞ്ഞാൽ. അതായത് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. 10ാം ക്ലാസ് നല്ല മാർക്ക് വേണം, നല്ല സ്കോറുമായിട്ട് നല്ല പോലെ പാസ്സാവണം. ഒന്നുമില്ലെങ്കിൽ നല്ല സ്കോർ വാങ്ങിയിട്ടെങ്കിലും എനിക്ക് പാസ്സാവണം. എനിക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ രാവിലെ എത്ര മണിക്ക് എണീക്കണം, ഇതൊക്കെ പഠിക്കണം. അതിനുശേഷം സ്കൂളിൽ പോയി വന്നതിന് ശേഷം, സ്കൂൾ വിട്ട് വന്നതിന് ശേഷം രാത്രി ഇതൊക്കെ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. എക്സാമിന് മുൻപായിട്ട് ഇത്രയും കാര്യങ്ങൾ ടോപ്പിക്ക് തീർക്കണം. അങ്ങനെ ചെക്ക് ലിസ്റ്റ് ഓരോ കാര്യങ്ങളായിട്ട് ലക്ഷ്യത്തോടു കൂടി നടന്നിരുന്ന നിങ്ങളുടെ 10ാം ക്ലാസ്സിന് ശേഷം +1 ചെന്നിട്ട് അഡ്മിഷൻ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാത്തൊരവസ്ഥ, അഥവാ ഗോളില്ലാത്തൊരവസ്ഥ കൃത്യമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ 5 കാരണങ്ങളാണ് മെയിനായിട്ട് ഈ വൈബ് സെറ്റ് ആവാതിരിക്കാനുള്ള കാരണം. ഇനി ഞാൻ പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്തറിയോ? സിമ്പിൾ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 കാരണങ്ങൾക്ക് പുറമെ എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തൊട്ടതായ വീഡിയോയുടെ തൊട്ടതായ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് മാത്രമേ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇറ്റ്സ് മീ സൽസബീൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ചോദിക്കുകയും ചെയ്യാം, അതേപോലെ പറയുകയും ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് മീ സൽസബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേരുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കിട്ടും. അത് നിങ്ങൾക്ക് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം. അതായത് മക്കളെ, ഇതിൻ്റെ മെയിനായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ലക്ഷ്യബോധം, നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിൽ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ +1ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 10ാം ക്ലാസ്സിൽ 4 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏകദേശം 4 ലക്ഷത്തോളം കുട്ടികൾ തന്നെ ജയിക്കും. പക്ഷേ +1ൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 4 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയാൽ ചിലപ്പോൾ അതിൽ 3 ലക്ഷമേ പാസ്സാവുള്ളൂ. അതായത് പരീക്ഷ എന്നൊരു 75% ആൾക്കാരൊക്കെ ജയിക്കുള്ളൂ, ബാക്കി 25% പേര് തോറ്റുപോകും. അതിൻ്റെ കാരണം എന്താ പറയുക, ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെ പേരും പറഞ്ഞ് വൈബ് സെറ്റ് ആവണില്ല എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരിലാണ് ഭൂരിഭാഗം പേരും തോറ്റു പോകുന്നത്. ഇനി അടുത്ത കാര്യം, +1 തോറ്റുപോയുള്ള പ്രശ്നം. കുഴപ്പമൊന്നുമില്ല, +2 എഴുതിയെടുക്കാം അല്ലേ. പക്ഷേ ഈ +2 എഴുതിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ +1നേക്കാൾ കുറച്ചും കൂടി ഹാർഡായിരിക്കും നമ്മുടെ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത്തെ കാരണം കൂടി കൊണ്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും തോക്കുന്നവരുടെ എണ്ണം കൂടും. അപ്പോൾ വൈബ് സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പിച്ച മക്കളെ 10ാം ക്ലാസ്സിലെ വിജയം ചിലപ്പോൾ നമുക്ക് കുറച്ച് കുറവായിരിക്കാം. അതിനേക്കാൾ വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള രീതിയിലേക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കുന്നതും നിങ്ങളാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. വൈബ് സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. കാരണം ഇനി തോറ്റു പോകുന്ന പരീക്ഷ എഴുതുന്നതിൽ 3 പേര് അല്ലെങ്കിൽ 4 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരാൾ കൊമേഴ്സിൽ തോക്കും. 3 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസിൽ ഒരാൾ തോക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ആ ഒരാൾ നിങ്ങളാവരുത്. പകരം 4 പേര് പരീക്ഷ എഴുതിയാൽ 3 പേര് ജയിക്കുന്ന കൊമേഴ്സുകാരനും, അല്ലെങ്കിൽ 3 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 2 പേര് ജയിക്കുന്ന ഹ്യൂമാനിറ്റീസുകാരനും അതിലൊരാളായിട്ട് മാറാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ വൈബൊക്കെ സെറ്റായിട്ട് വരുള്ളൂ. അതിന് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞുതരാം. ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് ഞാനും. എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവർക്കും ഇറ്റ്സ് മീ സൽസബിൻ.